ഫസ്റ്റ് ബുക്ക് മാർക്കാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 3 ബുക്ക് മാർക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ പേപ്പറൊക്കെ ടേപ്പ് ഒട്ടിച്ചിട്ട് റെഡിയാക്കുക, കളേഴ്സ് എല്ലാം മിക്സ് ചെയ്ത് വെക്കുക. വെറ്റ് ഓൺ വെറ്റാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത്. 2 കളേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, യെല്ലോയും പിന്നെ ബേൺ സിയന്നായും. പേപ്പർ നന്നായിട്ട് ആദ്യം വെള്ളം കൊണ്ടൊന്ന് നനയ്ക്കുക. പേപ്പറിൻ്റെ നനവ് മാറുന്നതിന് മുമ്പ് തന്നെ കളേഴ്സ് അപ്ലൈ ചെയ്ത് കഴിയണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോർഡറും മാർജിനൊക്കെ വരും, ഒരു കോളിഫ്ലവർ എഫക്റ്റ് എന്ന് പറയും, ആ സംഭവം വരും. അല്ല, സീംലെസ് ആയിട്ട് കിട്ടില്ല. വേറെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ചുറ്റിയിട്ട് ആ വെറ്റ് സർഫസ് തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് ആ കളർ ലിഫ്റ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ വൈറ്റ് കളറായിട്ട് ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ വൈറ്റ് കളർ കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോഴും കുറച്ച് കളർ അവിടെ ഉണ്ടാവും പേപ്പറിൽ പിടിച്ചത്. അതും കൂടി പോകണമെന്നുണ്ടെങ്കിൽ ബ്രഷ് ഒന്ന് നനച്ചിട്ട് ആ ഭാഗത്തൊന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ കളറും പോയി കിട്ടും, പെർമനൻറ്റ് കളർ അല്ലെങ്കിൽ. പിന്നെ ഫസ്റ്റ് ലെയർ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലൈറ്റനായി കളറെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്ന് ഡാർക്കൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയറും കൂടെ കൊടുത്തു. വാട്ടർ കളേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണങ്ങി കഴിയുമ്പം നമ്മൾ വെറ്റായിരുന്നതിനേക്കാളും ലൈറ്റനാവും കളേഴ്സ്. സെയിം കളേഴ്സ് തന്നെയാണ് എടുത്തത്. സെക്കൻഡ് ലെയറും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റ് വരച്ച് ചേർക്കാം. ഇതൊരു കുഞ്ഞു പേപ്പർ പ്ലെയിൻ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റായി. ഇനി ടേപ്പെല്ലാം പറിച്ചെടുക്കാം. അപ്പോൾ പറിച്ചെടുക്കുമ്പോൾ നല്ലൊരു മാർജിൻ കിട്ടും. അതിനും കൂടി വേണ്ടിയിട്ടാണ് ടേപ്പ് ഒട്ടിക്കുന്നത്. ഇനി ഓരോന്ന് മുറിച്ചെടുക്കാം, ബുക്ക് മാർക്സായിട്ട് ഉപയോഗിക്കാം. ഇപ്പം 4 പെയിൻറ്റിങ്സും റെഡിയായി. അപ്പോൾ വാട്ടർ കളേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാം. വീണ്ടും കാണുന്നത് വരെ ബൈ.